സോ നമ്മൾ ഇന്ന് ആക്ച്വലി നോക്കാൻ പോകുന്നത് മെഡിവൽ ഇന്ത്യൻ ഹിസ്റ്ററിയാണ് ആക്ച്വലി. സോ മെഡിവൽ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ എത്ര ടോപ്പിക്സ് നമുക്ക് പഠിക്കാനുണ്ട്, ശേഷം ജസ്റ്റ് ഒന്ന് ഗുപ്ത പീരീഡ് നോക്കിയിട്ട് നമുക്ക് ഹർഷവർദ്ധൻ ഡൈനാസ്റ്റിയിലേക്ക് പോവാം. അപ്പോൾ ഗുപ്ത പീരീഡ് എന്ന് പറയുന്നത് ഇത് ആക്ച്വലി നമ്മുടെ ഫസ്റ്റ് പഠിക്കാൻ പോകുന്ന ഒരു പാർട്ടാണ് ഗുപ്ത പീരീഡ് എന്ന് പറയുന്നത്. ഇതിൽ ഗുപ്ത റൂളേഴ്സിനെ കുറിച്ചിട്ടും അവരുടെ പ്രീ എര, മെച്ചൂർ എര, പിന്നെ അവരുടെ ഡിക്ലൈൻ സ്റ്റേജ് അഥവാ പോസ്റ്റ് ഗുപ്ത പീരീഡ്, അവരുടെ അഡ്മിനിസ്ട്രേഷൻ എങ്ങനെയായിരുന്നു, ഇക്കോണമി എങ്ങനെയായിരുന്നു, അഗ്രികൾച്ചർ എങ്ങനെയായിരുന്നു, ട്രേഡ് എങ്ങനെയായിരുന്നു, കോയിൻസ് എങ്ങനെയായിരുന്നു, ഗോൾഡ് കോയിൻസ് അടക്കം അവർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു, സൊസൈറ്റി എങ്ങനെയുള്ളതായിരുന്നു, കാസ്റ്റ് സിസ്റ്റം എങ്ങനെയായിരുന്നു, റിജിഡ് ആയിരുന്നു, സയൻസ്, ആർട്ട്, ആർക്കിടെക്ചർ, ലിറ്ററേച്ചർ, പിന്നെ അവസാനം അവരുടെ ഡിക്ലൈൻ സ്റ്റേജ്. ഇത്രയും പാർട്ടാണ് നമ്മൾ ഇന്ന് മെഡിവൽ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ നോക്കാൻ പോകുന്നത്. സോ നമുക്ക് എന്താണെന്നുള്ളത് നോക്കാം. ഇതൊക്കെ സിലബസ് ആണ് മെഡിവൽ ഇന്ത്യൻ ഹിസ്റ്ററിയുടെ. സോ ഗുപ്ത പീരിയഡ്, പ്രീ ഗുപ്ത പീരിയഡ്, മെച്ചൂർ ഗുപ്ത പീരിയഡ് ആൻഡ് അവസാനത്തെ പോസ്റ്റ് അഥവാ അവരുടെ ഡിക്ലൈൻ സ്റ്റേജ്. അതിൽ പ്രീ ഗുപ്ത പീരിയഡ് എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ സിറ്റുവേഷൻ ബിഫോർ ഗുപ്താസ്. ആഫ്റ്റർ ദി ഡിക്ലൈൻ ഓഫ് മൗര്യൻ എംപയർ, ഇന്ത്യ ഡിഡ് നോട്ട് റിമെയിൻ പൊളിറ്റിക്കലി യൂണിഫൈഡ്. ദ പീരിയഡ് സോ റീജിയണൽ കിങ്ഡംസ് ഇൻസ്റ്റെഡ് ഓഫ് എ പാൻ ഇന്ത്യ എംപയർ. അപ്പൊ മൗര്യൻ എംപയറിന്റെ ഡിക്ലൈന് ശേഷം ഇന്ത്യയിൽ ഒറ്റൊരു റൂളർ അല്ലെങ്കിൽ ഒരുപാട് ടെറിട്ടറി ഹാൻഡിൽ ചെയ്യുന്ന ഒരു റൂളർ അങ്ങനെ ഉണ്ടായിരുന്നില്ല. ഓരോ നോബിൾസ് അഥവാ ഓരോ ഫ്യൂഡൽ ലോഡ്സ് ഒക്കെ കൂടിയിട്ട് റീജിയണൽ കിങ്ഡംസ് സെറ്റപ്പ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. ഇതൊക്കെ റീജിയണൽ കിങ്ഡംസ് ആണ്. അപ്പൊ നോർത്തേൺ പാർട്ട് ഓഫ് ഇന്ത്യയിൽ ശുങ്കാസ് ഉണ്ടായിരുന്നു, കാൻവാസ് അതിനുശേഷം വരുന്നു, സാത്വാഹൻസ് ഡെക്കനിലുണ്ട്, അതുപോലെ ഷാക്കാസ് ഉണ്ട്, കുഷാനാസ് ഉണ്ട് നോർത്ത് വെസ്റ്റേൺ പാർട്ടിൽ. കുഷാന ഇൻഫ്ലുവൻസ്, കുഷാനാസ് എസ്പെഷ്യലി കനിഷ്ക് റൂൾഡ് ലാർജ് പാർട്ട് ഓഫ് നോർത്തേൺ പാർട്ട് ഓഫ് ഇന്ത്യ. നോർത്തേൺ പാർട്ട് ഓഫ് ഇന്ത്യ ലാർജർ പാർട്ട് കനിഷ്കാണ് ആക്ച്വലി റൂൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അവർ ഗോൾഡ് കോയിനേജ് സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പാട്രണേജ് വെച്ചാൽ പ്രൊമോട്ട് ചെയ്യുക, അവർ ബുദ്ധിസം അതേപോലെ ട്രേഡ് മാക്സിമം പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഗുപ്ത അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ഇക്കോണമി ബോറോഡ് മെനി ഫീച്ചേഴ്സ് ഫ്രം കുഷാനാസ്. കുഷാനാസിന്റെ പല പല ഫീച്ചേഴ്സും ഗുപ്താസ് ആക്ച്വലി അഡ്മിനിസ്ട്രേഷനും ഇക്കോണമിക്കും ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. കാരണം അവരുടെ ഐഡിയാസ് ഒക്കെ നല്ലതായിരുന്നു. അഗ്രികൾച്ചർ വാസ് ദ മെയിൻ ഒക്യുപ്പേഷൻ. അഗ്രികൾച്ചർ ആയിരുന്നു മെയിൻ ഒക്യുപ്പേഷൻ എന്ന് പറയുന്നത്. കാരണം അഗ്രികൾച്ചറിലൂടെ അവർക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും, ഏൺ ചെയ്യാൻ വേണ്ടി പറ്റും. ട്രേഡ് റൂട്ട്സ് ഒക്കെ ആക്ച്വലി ഇന്ത്യ വിത്ത് സെൻട്രൽ ഏഷ്യ ആൻഡ് റോമൻ വേൾഡുമായിട്ട് കണക്റ്റഡ് ആയിരുന്നു. കോയിൻസ് ആക്ച്വലി യൂസ് ചെയ്യുന്നത് കൂടി, സ്പെഷ്യലി ഗോൾഡ് കോയിൻസ്. സൊസൈറ്റി കുറച്ചുകൂടി സ്ട്രാറ്റിഫൈഡ് ആവുന്നുണ്ട്, കാസ്റ്റ് സിസ്റ്റം ഒക്കെ കുറച്ചുകൂടി റിജിഡ് ആവുന്നുണ്ട്. വർണ്ണ സിസ്റ്റം അറിയാലോ, അതായത് ബ്രാഹ്മിൻ, ക്ഷത്രിയ, ഇതൊക്കെ അറിയാവുന്നതാണ്. ഞാൻ ഓൾറെഡി ആൻഷ്യൻ പാർട്ടിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. വർണ്ണ സിസ്റ്റം കുറച്ചും കൂടെ റിജിഡ് ആവുന്നുണ്ട്. റൈസ് ഓഫ് ദി ഗുപ്താസ്, ഒറിജിൻ ഓഫ് ദി ഗുപ്താസ്. ഗുപ്താസ് വേറെ ലോക്കൽ റൂളിംഗ് ഫാമിലി ഇൻ മഗധ് റീജൻ. മഗധ് റീജനിലെ ഒരു ലോക്കൽ റൂളിംഗ് ഫാമിലി ആയിരുന്നു ഗുപ്താസ് എന്ന് പറയുന്നത്. ഒരു കുഞ്ഞു പാർട്ട് ആക്ച്വലി ലോക്കലി അവർ റൂൾ ചെയ്തുകൊണ്ടുണ്ടായിരുന്നു. അവർ ഫോറിനേഴ്സ് അല്ല. ഏർലി ഗുപ്താസ് ഗെയിൻഡ് പവർ ത്രൂ മിലിറ്ററി സ്ട്രെങ്ത്, അതേപോലെ സ്ട്രാറ്റജിക് മാരേജസ്. അവർ നല്ലോണം സ്ട്രാറ്റജിക് മാരേജ് ഇൻ ദ സെൻസ് ലിച്ചാവെ പ്രിൻസസിനൊക്കെ കല്യാണം കഴിക്കുന്നു. സോ ആ ഒരു രീതിയിൽ ഇവർ കുറച്ചൊന്ന് സ്ട്രെങ്തൻ ആവുന്നുണ്ട്. പിന്നെ ഇവർക്ക് മിലിറ്ററി സ്ട്രെങ്ത് ഉണ്ടായിരുന്നു. ശേഷം കുറെ പവേഴ്സ് ഡിക്ലൈൻ ആവുന്നുണ്ട്. ആ സമയത്ത് ഇവർക്ക് ഒരു വേ കിട്ടുന്നുണ്ട്. ഓക്കെ, അവർ ഡിക്ലൈൻ ആവുന്നുണ്ട്, അപ്പോൾ ദിസ് ഇസ് ദ ബെസ്റ്റ് ടൈം ടു സ്ട്രൈക്ക് ഓൺ. സോ ആ ഒരു തോട്ട് അവർക്ക് ഉണ്ടായിരുന്നു. ചന്ദ്രഗുപ്ത 1 320 to 335 CE. CE എന്ന് പറയുന്നത് കോമൺ എറ എന്നാണ്. BCE എന്ന് പറയുന്നത് ബിഫോർ കോമൺ എറ, CE എന്ന് പറയുന്നത് കോമൺ എറ. ഞാൻ ഇതിനെക്കുറിച്ച് പറയേണ്ട ആവശ്യമില്ല, കാരണം ഇതൊക്കെ നമ്മൾ ആൻഷ്യൻ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ. ഇപ്പൊ നമ്മൾ സംസാരിക്കുന്നത് മെഡിവൽ പാർട്ടാണ്. സോ ചന്ദ്രഗുപ്ത 1 ഈസ് കൺസിഡേർഡ് ആസ് എ റിയൽ ഫൗണ്ടർ ഓഫ് ദി ഗുപ്ത എംപയർ. അദ്ദേഹത്തിന് മഹാരാജാതിരാജ് എന്നൊരു ടൈറ്റിൽ കൂടിയുണ്ട്. കാരണം അദ്ദേഹം കുമാരദേവി വിവാഹം കഴിച്ചിട്ടുണ്ടായിരുന്നു. അതിലൂടെ അവര് മാട്രിമോണിയൽ അലയൻസ് നമ്മൾ പറയില്ലേ, കല്യാണം കഴിച്ചുകൊണ്ട് ഒരു അലയൻസ് ഉണ്ടാക്കുക, എന്നിട്ട് അവരോട് നല്ല രീതിയിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യം വരുന്നതാണെങ്കിൽ മിലിറ്ററി ആണോ എന്താണോ കൊടുത്ത് ഹെൽപ്പ് ചെയ്യുക. ഇദ്ദേഹം ഗോൾഡ് കോയിൻസ് ഇഷ്യൂ ചെയ്യുന്നുണ്ട്, ഷോയിങ് കിങ് ആൻഡ് ക്വീൻ, ഇൻഡിക്കേറ്റിംഗ് പൊളിറ്റിക്കൽ അലയൻസ്. എസ്റ്റാബ്ലിഷ്ഡ് ഗുപ്ത റൂൾ ഓവർ മഗധ് ആൻഡ് നിയർ ബൈ റീജിയൻ. സോ അവിടേക്ക് ഇവര് എന്താ പറയുക കയറി വരുന്നുണ്ട് മുകളിലേക്ക്. സോ സമുദ്രഗുപ്ത അതിനുശേഷം വരുന്നു. അദ്ദേഹം നെപ്പോളിയൻ ഓഫ് ഇന്ത്യ എന്നാണ് അറിയപ്പെട്ടത്. കാരണം അലഹബാദ് പില്ലർ ഇൻസ്ക്രിപ്ഷൻ ഭയങ്കര ഫേമസ് ആ. പില്ലർ ഇൻസ്ക്രിപ്ഷൻ എന്ന് വെച്ചാൽ പില്ലേഴ്സിൽ എഴുതി വെച്ചിട്ടുള്ള പല കാര്യങ്ങളുണ്ട്, അതിനാണ് ഇൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. ഹാർഡ് സർഫേസിൽ എഴുതി വെക്കുന്ന കാര്യങ്ങൾ, അതൊക്കെ ഭയങ്കര ഫേമസ് ആണ്. നോർത്തേൺ ഇന്ത്യ ക്യാമ്പയിൻ, അനക്സേഷൻ ഓഫ് കിങ്ഡം. നോർത്തേൺ പാർട്ട് ഓഫ് ഇന്ത്യ ഇദ്ദേഹം എന്താ പറയുക അനക്സ് ചെയ്യുന്നുണ്ട്, അതായത് അറ്റാക്ക് ചെയ്യുന്നു, കൈക്കലാക്കുന്നു, തന്റെ ടെറിട്ടറിയുടെ പാർട്ടാകുന്നു. സദേൺ ക്യാമ്പയിൻ, ഡിഫീറ്റഡ് റൂളേഴ്സ് ബട്ട് റീഇൻസ്റ്റേറ്റഡ് ദം. സദേൺ പാർട്ട് ഓഫ് ഇന്ത്യയിൽ, ഫോർ എക്സാമ്പിൾ നോർത്തേൺ പാർട്ട് ഓഫ് ഇന്ത്യയിൽ ഇദ്ദേഹം അറ്റാക്ക് ചെയ്യുന്നു, ടെറിട്ടറി കയ്യിലാക്കുന്നു, അദ്ദേഹത്തിന്റെ ടെറിട്ടറിയുടെ പാർട്ടാക്കുന്നു. പക്ഷെ സദേൺ പാർട്ട് ഓഫ് ഇന്ത്യ അദ്ദേഹം അറ്റാക്ക് ചെയ്തിട്ട് ഡിഫീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും സദേൺ പാർട്ടിൽ ആരാണോ ഭരിച്ചുകൊണ്ടായിരുന്നത് അവരെ തന്നെ പപ്പറ്റ് റൂളേഴ്സ് ആയിട്ട് കീപ്പ് ചെയ്യുന്നുണ്ട്. ഇദ്ദേഹം ഡയറക്ട്ലി വരുന്നില്ല. അതായത് നോർത്തേൺ പാർട്ട് ഓഫ് ഇന്ത്യ ഇദ്ദേഹം അറ്റാക്കും ചെയ്യുന്നുണ്ട്, അവിടെ തന്നെ ഇദ്ദേഹം എന്താ പറയാ നോർത്തേൺ പാർട്ട് ഓഫ് ഇന്ത്യ അറ്റാക്കും ചെയ്യുന്നുണ്ട്, അവരുടെ ടെറിട്ടറിയുടെ പാർട്ടും ആക്കുന്നുണ്ട്. പക്ഷെ സദേൺ ഇന്ത്യ അദ്ദേഹം
അവിടുത്തെ റൂളറിനെ ഡിഫീറ്റ് ചെയ്തെങ്കിൽ പോലും ആ റൂളറിനെ തന്നെ പപ്പറ്റ് റൂളറായിട്ട് പിന്നെയും കീപ്പ് ചെയ്യുന്നുണ്ട്. കാരണം അവിടെ കൺട്രോൾ ചെയ്യാൻ ഇദ്ദേഹത്തിന് എന്തായാലും സമയം ഉണ്ടാവാറില്ല. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം ആരാണ് തോൽപ്പിച്ചത് അദ്ദേഹത്തിന്റെ പേരിന് ഒരു പപ്പറ്റ് റൂളർ ആക്കിയിട്ട് വെച്ചു. ഇൻഡയറക്ട്ലി ഇദ്ദേഹമാണ് കൺട്രോൾ ചെയ്യുക, പക്ഷെ പേരിനൊരു പപ്പറ്റ് റൂളർ. ബ്രിട്ടീഷേഴ്സ് ഒക്കെ ചെയ്ത സെയിം കാര്യം, ബ്രിട്ടീഷേഴ്സ് മൈസൂരൊക്കെ അറ്റാക്ക് ചെയ്തതിനു ശേഷം ചെയ്ത സെയിം കാര്യം, പപ്പറ്റ് റൂളറായിട്ട് ഒരാളെ കീപ്പ് ചെയ്യുന്നു. ഫോളോഡ് എ പോളിസി ഓഫ് ഡയറക്ട് റൂൾ ഇൻ നോർത്ത് ഇന്ത്യ. നോർത്ത് ഇന്ത്യയിൽ ഡയറക്ട് റൂളാണ്, അനക്സ് ചെയ്യുന്നു, കൈക്കലാക്കുന്നു, ടെറിട്ടറിയുടെ പാർട്ടാക്കുന്നു. പക്ഷെ ഇൻഡയറക്ട് റൂളാണ് സൗത്ത് ഇന്ത്യയിൽ. സൗത്ത് ഇന്ത്യയിൽ ഒരു റൂളറിനെ അറ്റാക്ക് ചെയ്ത് ഡിഫീറ്റ് ചെയ്തതിനു ശേഷം അയാളെ തന്നെ പപ്പറ്റ് റൂളറായിട്ട് കീപ്പ് ചെയ്യുന്നു. അഡ്മിനിസ്ട്രേറ്റീവ് പോളിസി അലോഡ് ഡിഫീറ്റഡ് റൂളേഴ്സ് ടു കണ്ടിന്യൂ സബോർഡിനേറ്റ്സ്. സദേൺ പാർട്ട് ഓഫ് ഇന്ത്യയിൽ വന്നിട്ട് ഡിഫീറ്റ് ചെയ്യുന്നു, തോൽപ്പിക്കുന്നു, എന്നിട്ട് അവരെ തന്നെ കണ്ടിന്യൂ ചെയ്തോളൂ എന്ന് പറയുന്നു, പക്ഷെ പപ്പറ്റ് റൂളറായിട്ട്. കളക്ടഡ് ട്രിബ്യൂട്ട് ഫ്രം ഫ്രണ്ടിയർ കിങ്ഡംസ്, സ്ട്രെങ്തൻഡ് സെൻട്രൽ അതോറിറ്റി. ഒരുപാട് പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇദ്ദേഹം. പോയംസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ സ്കോളേഴ്സ് ആയിക്കോട്ടെ, ഇതൊക്കെ മാക്സിമം ഇദ്ദേഹം പ്രൊമോട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. സ്കിൽഡ് ഇൻ മ്യൂസിക് ആൻഡ് പോയട്രി, ഇഷ്യൂഡ് കോയിൻസ് ഡെപിക്റ്റിംഗ് ഹിം പ്ലേയിങ് ദ വീണ. ഇദ്ദേഹം വീണ വായിക്കുന്ന രീതിയിലുള്ള കോയിൻസ് ഒക്കെ ഇദ്ദേഹം ഗോൾഡ് കോയിൻസ് ഒക്കെ ഇഷ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. ശേഷം വരുന്നത് ചന്ദ്രഗുപ്ത ടു അഥവാ വിക്രമാദിത്യ. ചന്ദ്രഗുപ്ത ടു തന്നെയാണ് വിക്രമാദിത്യ എന്ന് പറയുന്നത്. ഇദ്ദേഹം വെസ്റ്റേൺ ഷാക്കാസ് ഡിഫീറ്റ് ചെയ്യുന്നുണ്ട്, അങ്ങനെ ഗുജറാത്ത് മാൽവ റീജിയനും അനക്സ് ചെയ്യുന്നുണ്ട്. ഗെയിൻഡ് കൺട്രോൾ ഓവർ വെസ്റ്റേൺ ട്രേഡ് റൂട്ട്, ക്യാപിറ്റൽ ഉജ്ജയിനിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. അഡ്മിനിസ്ട്രേഷൻ, എംപയർ റീച്ച് ഇറ്റ്സ് മാക്സിമം ടെറിട്ടോറിയൽ എക്സ്റ്റെൻഡ്. എത്ര എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും അത്ര ഇവർ എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്. എഫീഷ്യന്റ് ആയിട്ടുള്ള ഒരു പ്രൊവിൻഷ്യൽ അഡ്മിനിസ്ട്രേഷൻ ഉണ്ടായിരുന്നു. ഗവർണേഴ്സിന് ഇവർ പറയുന്ന പേരാണ് ഉപാരിക്കാസ്. ഗവർണേഴ്സിനാണ് ഓരോ പ്രൊവിൻസസ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഇവരെ ഏൽപ്പിക്കുന്നത്. ഗവർണറിനെ പറഞ്ഞ പേര് ഉപാരിക്കാസ്. ഇത് ഇമ്പോർട്ടന്റ് ആണ്, ചിലപ്പം MCQ ടൈപ്പ് ആയിട്ട് ചോദിക്കാം. കൾച്ചറൽ അച്ചീവ്മെന്റ്സ്, പീരിയഡ് മാർക്കഡ് പീക്ക് ഓഫ് ഗുപ്ത റൂൾ. ഗുപ്ത റൂളിന്റെ ഏറ്റവും പീക്ക് ആയിരുന്നു ഇത്, കാരണം അവരുടെ മാക്സിമം ടെറിട്ടോറിയൽ എക്സ്റ്റെൻഡ് കവർ ചെയ്തിട്ടുണ്ട്. നവരത്ന എന്ന് പറയുന്നത് 9 gems ആണ്, ഫ്ലറിഷ്ഡ് ഇൻ ഹിസ് കോർട്ട്. ചൈനീസ് ട്രാവലർ ആയിട്ടുള്ള ഫെയ് ഹിൻ ഇന്ത്യയിൽ വന്ന സമയത്ത് കോർട്ട് വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പറയപ്പെടുന്നത്. ഗുപ്തയുടെ അഡ്മിനിസ്ട്രേഷൻ, സെൻട്രൽ അഡ്മിനിസ്ട്രേഷൻ നോക്കുകയാണെങ്കിൽ കിങ് ആണ് സുപ്രീം അതോറിറ്റി എന്ന് പറയുന്നത്. കിങ്ങിന് സഹായിയായിട്ട് മിനിസ്റ്റേഴ്സിന് മറ്റ് ഒഫീഷ്യൽസ് ഉണ്ട്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒഫീഷ്യൽസിനെ പറഞ്ഞ പേര് എന്തൊക്കെയാണ് നോക്കിയാലോ. ഇതിപ്പോ OMR ആയിട്ട് അല്ലെങ്കിൽ MCQ ആയിട്ട് ചിലപ്പോൾ ചോദിക്കാം. സേനാപതി എന്ന് പറയുന്ന ആർമി ചീഫാണ്. സന്ധി വിഗ്രഹിക്ക എന്ന് പറയുന്നത് ഫോറിൻ അഫയേഴ്സ് കൺട്രോൾ ചെയ്യുന്ന വ്യക്തിയാണ്, അതായത് ഫോറിൻ ട്രേഡ്സ് ഒക്കെ. മഹാപ്രധാൻ എന്ന് പറയുന്നത് ചീഫ് മിനിസ്റ്റർ ആണ്, CM ആണ്. അതേപോലെ ഉപരിക്കാസ് എന്ന് വെച്ചാൽ ആസ് യു നോ ഗവർണർ ആണ്. ക്ലിയർ അല്ലേ? അപ്പോ ഇദ്ദേഹത്തിന്റെ ഇപ്പൊ രാജ്യം ഇദ്ദേഹം പല പല പ്രൊവിൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഈ പ്രൊവിൻസ് എന്ന് വെച്ചാൽ എന്താ? പ്രൊവിൻസ് എന്ന് വെച്ചാൽ സ്റ്റേറ്റ്സ്. ഓക്കെ, പ്രൊവിൻസ് വെച്ചാൽ സ്റ്റേറ്റ്സ്. ഇപ്പൊ ഇന്ത്യ, കേരള, കർണാടക, തമിഴ്നാടു സ്റ്റേറ്റ്സ് ആണ്. അപ്പോൾ ഇദ്ദേഹം പ്രൊവിൻസ് എന്ന് പറയുന്നത് ഇവിടെ സ്റ്റേറ്റ്സ് ആണ് ഡിനോട്ട് ചെയ്യുന്നത്. പ്രൊവിൻസസിന് ഇവര് പറയുന്ന പേര് ബുക്തീസ് എന്നായിരുന്നു. ഓക്കെ, അപ്പൊ ബുക്തീസ് എന്ന് വെച്ചാൽ എന്താ? ബുക്തീസ് എന്ന് വെച്ചാൽ പ്രൊവിൻസസ് അഥവാ സ്റ്റേറ്റ്സ്. ഓക്കെ, ഈ ബുക്തീസിന് അഥവാ ഈ പ്രൊവിൻസിനെ പിന്നെയും ഇവര് ഡിസ്ട്രിക്റ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. അപ്പൊ വിഷയാസ് എന്ന് പറഞ്ഞാൽ എന്താ? വിഷയാസ് എന്ന് വെച്ചാല് ഡിസ്ട്രിക്ട്. ഓക്കെ, അപ്പോ സ്റ്റേറ്റ് അഥവാ പ്രൊവിൻസിന് അവർ പറയുന്ന പേര് ബുക്തീസ് എന്നാണ്. അപ്പൊ അവരുടെ രാജ്യം അവർ സ്റ്റേറ്റ് ആയിട്ടും ഡിസ്ട്രിക്റ്റ് ആയിട്ടും ഡിവൈഡ് ചെയ്തു. ഇപ്പൊ ഇന്ത്യ, കേരള, എറണാകുളം. അതേപോലെ അവരുടെ എംപയർ അതിനെ അവര് സ്റ്റേറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്തു, ഡിസ്ട്രിക്റ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. സ്റ്റേറ്റിനെ പറയുന്നത് ബുക്തീസ് എന്നാണ്, ഡിസ്ട്രിക്റ്റിനെ പറയുന്നത് വിഷയാസ് എന്നാണ്. അപ്പൊ ഇതിനെ ഡിസ്ട്രിക്റ്റ് ആയിട്ടും ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ഡിസ്ട്രിക്റ്റ് ആണ്. ആക്ച്വലി ഡിസ്ട്രിക്റ്റിനെ പറയുന്ന പേര് വിഷയാസ് എന്നാണ്. ലാൻഡ് ഗ്രാൻഡ്സ് ടു ബ്രാഹ്മിൻ ആൻഡ് ഒഫീഷ്യൽസ് ഇൻക്രീസ്. ഒഫീഷ്യൽസിന് സ്ഥലം ദാനമായിട്ട് കൊടുക്കുന്നു, ബ്രാഹ്മിൻസിന് സ്ഥലം ദാനമായിട്ട് കൊടുക്കുന്നു. അവർ ടാക്സ് പേ ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെയാണ് ഈ ഫ്യൂഡൽ ലാൻഡ് ലോഡ്സ് വരുന്നത്. ജന്മികൾ എന്നൊക്കെ നമ്മൾ പറയുന്നത് കേട്ടിട്ടില്ല. ഫ്യൂഡൽ ലോഡ്സ് അങ്ങനെയാണ് വരുന്നത്. അഗ്രികൾച്ചർ ഇക്കോണമി ബാക്ക് ബോൺ ആയിരുന്നു ഈ ഒരു ഇക്കോണമിയുടെ, അഗ്രികൾച്ചർ എന്ന് പറയുന്നത്. ഇറിഗേഷൻ ഒക്കെ ഇംപ്രൂവ് ചെയ്തു. സ്റ്റേറ്റ് കളക്ടഡ് ലാൻഡ് റവന്യൂ, എന്നിട്ട് സ്റ്റേറ്റ് ലാൻഡ് റവന്യൂ കളക്ട് ചെയ്തിട്ട് കിങ്ങിനെ ഏൽപ്പിക്കുക ചെയ്യുന്നത്. ഇന്റേണൽ എക്സ്റ്റേണൽ ട്രേഡ് ഒക്കെ ഒരുപാട് ഫ്ലറിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. റോമൻ എംപയർ ആയിട്ട് ഇവർക്ക് ട്രേഡ് ഉണ്ടായിരുന്നു. സൗത്ത് ഈസ്റ്റ് ഏഷ്യയായിട്ട് ഇവർക്ക് ട്രേഡ് ഉണ്ടായിരുന്നു. ഗോൾഡ് കോയിൻസ് ഇവർ ഇഷ്യൂ ചെയ്തു. അതിന് ദീനാർസ് എന്നാ പറയാ. അത് വൈഡ് സ്പ്രെഡ് ആയിട്ട് മീൻസ് ഒരുപാട് ആൾക്കാരിലേക്ക് എത്തിയ ഒരു കാര്യമാണ്. പിന്നെ ആർട്ടിസ്റ്റ് ആക്ച്വലി ഈ ഒരു സമയത്ത് ഫ്ലറിഷ്ഡ് ആവുന്നുണ്ട്. സോഷ്യൽ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ വർണ്ണ സിസ്റ്റം റിജിഡ് ആയി. ഇപ്പൊ വർണ്ണ സിസ്റ്റം വെച്ചാൽ എന്താ? ബ്രാഹ്മിൻ, ക്ഷത്രിയ. പണ്ടൊക്കെ നമ്മളിപ്പോ ആൻഷ്യൻ ഹിസ്റ്ററിയിൽ ഓൾറെഡി നോക്കിയ കാര്യങ്ങളാണ്. ആൻഷ്യൻ ഹിസ്റ്ററിയിൽ നമ്മളിപ്പോ നോക്കുകയാണെങ്കിൽ വേദിക്കരയില് ഞാനിപ്പോ ജനിക്കുന്ന സമയത്ത് ഒരു വാര്യരാവാൻ എനിക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ഒരു ക്ഷത്രിയനാണ്. ഞാനിപ്പോ ഒരു പൂജയൊക്കെ ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ ഞാൻ ബ്രാഹ്മിനാണ്. പക്ഷെ ഈ ഒരു സിറ്റുവേഷനിലേക്ക് എത്തുമ്പോൾ അത് റിജിഡ് ആകുന്നുണ്ട്. അതായത് ജന്മനാ ഞാൻ ബ്രാഹ്മിനാണ് അല്ലെങ്കിൽ ജന്മനാ ഞാൻ ക്ഷത്രിയനാണെന്നുള്ള രീതിയിലേക്ക് എത്തുന്നുണ്ട്. ഞാൻ ചെയ്യുന്ന തൊഴിലാണ് എനിക്ക് ആദ്യമൊക്കെ കാസ്റ്റ് തീരുമാനിച്ചുണ്ടായിരുന്നത്. ഞാനിപ്പോ വാര്യരാവാൻ താല്പര്യം ഉണ്ടെങ്കിൽ ക്ഷത്രിയാണ്, എനിക്കിപ്പോ പ്രീസ്റ്റ് ആവാൻ താല്പര്യം ഉണ്ടെങ്കിൽ ബ്രാഹ്മിനാണ്. പക്ഷെ പിന്നെ അവസാനം അച്ഛൻ മകൻ ഒരു ഹെറിഡിറ്ററി ആവുന്നുണ്ട്. അച്ഛൻ ബ്രാഹ്മിനാണെങ്കിൽ മകനും ബ്രാഹ്മിനാണ്. ആ ഒരു സിറ്റുവേഷനിലേക്ക് എത്തുന്നുണ്ട്. ബ്രാഹ്മിൻസിന് ഹൈ സ്റ്റാറ്റസ് ഉണ്ടായിരുന്നു. ശൂദ്രാസിന്റെ പൊസിഷൻ കുറച്ചൊന്നും ഇംപ്രൂവ് ആകുന്നുണ്ട്.
വിമൻസിന്റെ പൊസിഷൻ ഡിക്ലൈൻ ആവുന്നുണ്ട്, ചൈൽഡ് മാരേജ് കൂടി, എഡ്യൂക്കേഷൻ അവർക്ക് വിമൻസിന് ഡിക്ലൈൻ ചെയ്തു. ബ്രാഹ്മണിസം നല്ലോണം റിവൈവ് ആവുന്നുണ്ട്, പുരാണിക് ഹിന്ദുയിസം ഡെവലപ്പ് ആവുന്നുണ്ട്, ബുദ്ധിസം ജൈനിസം ആണ് കണ്ടിന്യൂ ചെയ്ത് പോയത്. പക്ഷെ ഒരുപാട് പാട്രോൺ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ആർട്ട് ആർക്കിടെക്ചർ നോക്കുവാണെങ്കിൽ ടെമ്പിൾ ആർക്കിടെക്ചർ ഈ സമയത്ത് നല്ലോണം ഫ്ലറിഷ് ആയിട്ടുണ്ടായിരുന്നു. കല്ലും ബ്രിക്കൊക്കെ യൂസ് ചെയ്ത് ടെമ്പിൾസ് നിർമ്മിക്കുമായിരുന്നു. കേവ് പെയിന്റിങ്സ് ഒക്കെ ഭയങ്കര ഫേമസ് ആയിരുന്നു. സംസ്കൃതാണ് ഇവിടെ ഫ്ലറിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കാളിദാസിനാണ് അഭിജ്ഞാന ശാകുന്തളം മേഘദത്തൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നത്. ആര്യഭട്ട ഇൻവെന്റഡ് ലൈക് ദ കോൺസെപ്റ്റ് ഓഫ് സീറോ, എർത്ത് റൊട്ടേറ്റ്സ് ഓൺ ഇറ്റ്സ് ഓൺ ആക്സിസ്, ഇങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങൾ ഈ ഒരു സമയത്ത് വരുന്നത്. പോസ്റ്റ് ഗുപ്ത പീരീഡ് എന്ന് പറയുന്നത് അവസാനത്തെ ഡിക്ലൈൻ ഫേസ് ആണ്. ഡിക്ലൈൻ ആവുന്നതിന്റെ റീസൺ എന്താ? ഗുപ്ത ഡിക്ലൈൻ ആവുന്നത് കാരണം ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, അതായത് പ്രീ ഗുപ്ത പീരീഡില് മൗര്യൻസ് ഒക്കെ ഡിക്ലെയർ ആവുന്ന സമയത്ത് ആര് കയറി വരുന്നുണ്ട്? ഗുപ്താസ് കയറി വരുന്നു. പ്രീ ഗുപ്ത പീരീഡ്, മെച്ചൂർ ഗുപ്ത പീരീഡ്. അപ്പൊ പ്രീ ഗുപ്ത പീരീഡ് എന്ന് പറയുന്നത് മൗര്യൻസ് ഒക്കെ ഡിക്ലെയർ ആവുന്നു, മൗര്യൻസ് ഒക്കെ ഡിക്ലൈൻ ആവുന്നു, ഗുപ്താസ് കയറി വരുന്നു. മെച്ചൂർ പീരീഡ് എന്ന് വെച്ചാൽ അതിന്റെ പീക്കാണ്, നിങ്ങൾ കണ്ടതാണ് ചന്ദ്രഗുപ്ത 2 ഒക്കെ സമയത്ത് അത് മാക്സിമം എക്സ്റ്റെൻഡ് വരെ എത്തിയിട്ടുള്ളതാണ്. അവസാനം ഒരു പോസ്റ്റ് ഗുപ്ത പീരീഡ് അഥവാ ഒരു ഡിക്ലൈൻ ഫേസിലേക്ക് എങ്ങനെ എത്തിയത്? ഡിക്ലൈനിലേക്ക് എത്തിയതിന്റെ റീസൺ എന്താ വെച്ചാല് സ്കന്ദഗുപ്തയായിരുന്നു അവസാനത്തെ ഒരു റൂളർ എന്ന് പറയുന്നത്. സ്കന്ദഗുപ്തക്ക് ശേഷം വന്ന സക്സസസ്, അതിനുശേഷമുള്ള കിരീടാവകാശികളൊക്കെ ഭയങ്കര വീക്കായിരുന്നു. ഫിനാൻഷ്യലി കുറെ ഡ്രെയിൻ ആയി, ട്രേഡും കോയിനേജ് ഒക്കെ ഡിക്ലൈൻ ആയി. ഹ്യൂണ ഇൻവേഷൻ മറ്റൊരു റീസൺ ആണ്. ഹ്യൂണ നോർത്തേൺ പാർട്ട് ഇൻവേഡ് ചെയ്തു, പൊളിറ്റിക്കൽ ഇൻസ്റ്റേബിൾ ആയി, ഗുപ്ത റൂളേഴ്സ് കൺട്രോൾ ചെയ്യാനായിട്ട് ഫെയിൽഡ് ആയി. അങ്ങനെ എംപയർ ഒരുപാട് കുഞ്ഞു കിങ്ഡം ആയിട്ട് ഡിവൈഡ് ആയിട്ട് പോയി. കാരണം കുഞ്ഞു കിങ്ഡം ആയിട്ട് എങ്ങനെയാ പോകുന്നത്? ഇപ്പൊ ഒരു എംപയറിൽ എന്തുണ്ട്? സ്റ്റേറ്റ്സ് ഉണ്ട്. ഈ സ്റ്റേറ്റ്സിന് ആരാ കൺട്രോൾ ചെയ്യുന്നത്? ഗവർണേഴ്സ് ആണ് കൺട്രോൾ ചെയ്യുന്നത്. ഈ ഗവർണേഴ്സ് ഇൻഡിപെൻഡന്റ് റൂൾ ചെയ്യാൻ തുടങ്ങി. പിന്നെ ഇത് 3 രാജ്യമായി, അത് പിന്നെയും ഡിവൈഡ് ആയി. ഓരോ റൂളേഴ്സ് ഓരോ സ്പാർട്ടിലേക്ക് വന്നിട്ട് അത് അങ്ങനെ ഡിവൈഡ് ആയിട്ട് പോയി. അങ്ങനെയാണ് റീജിയണൽ പവേഴ്സ് വരുന്നത്. റീജിയണൽ പവേഴ്സ് വെച്ചാൽ മനസ്സിലായില്ലേ? ഇതൊരു രാജ്യമാണ്, ഇവിടെ 3 സ്റ്റേറ്റ്സ് ഉണ്ട്, ഇതൊരു ഗവർണർ. എംപയർ വീക്കാകുമ്പോൾ ഗവർണേഴ്സ് ഇൻഡിപെൻഡന്റ് സ്വന്തം രാജ്യമായിട്ട് റൂൾ ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെയാണ് റീജിയണൽ കിങ്ഡംസ് വരുന്നത്. ഇതിൽ ചില ഗവർണേഴ്സ് കുറച്ചും കൂടെ സക്സസ്ഫുൾ ആയിട്ട് ഇത് വലിയൊരു എംപയർ ആക്കി മാറ്റും. മനസ്സിലായില്ലേ? മാർക്കറ്റ് ഹൈ പോയിന്റ് ഇൻ ഇന്ത്യൻ കൾച്ചർ, ലേറ്റ് ഫൗണ്ടേഷൻ ഫോർ ക്ലാസിക്കൽ ഇന്ത്യൻ ട്രഡീഷൻസ്, ഇൻഫ്ലുവൻസ്ഡ് ലേറ്റർ ഇന്ത്യൻ പൊളിറ്റിക്കൽ സൊസൈറ്റി, ട്രാൻസിഷൻ ഫ്രം ആൻഷ്യൻ ടു മെഡിവലിലേക്കുള്ള ട്രാൻസിഷൻ പീരീഡ് ആണ് ഇതെന്ന് ആക്ച്വലി പറയുന്നത്.